എന്താ എന്താ ഇനി അയ്യത്തെ പോടക്കത്ത് കിട്ടിയാ കിട്ടിയിട്ടില്ല. പക്ഷെ എങ്ങനെയെങ്കിലും സാധനം കൊണ്ട് ഞങ്ങളാണ്ട് വരുള്ളൂ. കിട്ടോടാ അല്ല എന്നാ തുടങ്ങല്ലേ അതുപോലെ ഒരു പറഞ്ഞത് എണീച്ചോടിക്കോ അപ്പം നമ്മളെ കാര്യത്തിലേക്ക് എടുക്കുക. നമ്മളെ കണക്കും കാര്യങ്ങളും നോക്കി ബുക്ക് മാറിക്കണോ എന്നുള്ള ഡൗട്ടും എല്ലാവർക്കും നമ്മുടെ ക്ലബിൻ്റെ അവസ്ഥകൾ അറിയാലോ. സാമ്പത്തികമായി നമ്മളെ ക്ലബ്ബ് പിന്നോട്ടാണ് പോയിരിക്കുന്നത്. കാര്യം ചോദിക്കാണ്ടേ, നമ്മളെ ക്ലബ്ബ് ഇത്ര ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലബിൻ്റെ അക്കൗണ്ടൻ്റായിട്ടുള്ള പ്രജീഷ് ക്ലബിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇത്രയും വില കൂടിയ കണ്ണട വാങ്ങിയിട്ട് മുഖത്ത് വെച്ചിട്ടുള്ള എന്തിനാ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ കാര്യം എന്താ? അത് ഞാൻ ഈ ക്ലബിൻ്റെ അക്കൗണ്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. അതുകൊണ്ട് ഞാൻ ഈ ക്ലബിൻ്റെ കണക്കുകളൊക്കെ ഒരുപാട് നോക്കുന്നത് തന്നെ. അപ്പോൾ കണക്കുകൾ തെറ്റാതിരിക്കാൻ കുറേ കണക്കുകൾ നോക്കുന്നത് കണക്കുകൾ തെറ്റാതിരിക്കാനാണ് ഈ കണ്ണട മേടിച്ചിട്ടുള്ളത്. കണക്കുകൾ തെറ്റിയ ക്ലബിന് തന്നെ നഷ്ടം. ഇതിപ്പോൾ വെറൊരു 34,999 രൂപയുള്ളൂ. അതുകൊണ്ട് ക്ലബിന് നഷ്ടമൊന്നുമില്ല, ക്ലബിന് ലാഭം തന്നെ ഉണ്ട്. എനിക്ക് വേറെ കാര്യം കുറിച്ച് ചോദിക്കാണ്ടേ, നമുക്ക് ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി ഉള്ള സമയത്ത് തന്നെ നമ്മുടെ ക്ലബ്ബ് ഒരു വാൻ വാങ്ങുന്നുണ്ടെന്ന് കേട്ടു. അതിൻ്റെ ഒരു കാരണം അറിഞ്ഞാൽ കൊള്ളാം. എടാ നമ്മൾ ടൂർണമെൻറ്റിന് പോകുമ്പോൾ ബൈക്കിന് അല്ല പോയിരുന്നു, ഇതാകുമ്പോൾ വാനിൽ ഒരുമിച്ച് പോവാം. നെക്സ്റ്റ് അതായത് പ്രസിഡന്റ് ഞാൻ പ്രസിഡന്റ് നമ്മളെ ക്ലബിൻ്റെ ഗ്രൗണ്ട് മുതൽ വിളിച്ച് തീരെ ശരിയായില്ല കേട്ടോ. അതിപ്പോൾ നമ്മൾ ഒരു വാൻ എടുക്കണ്ടല്ലോ നമ്മുടെ ക്ലബിന് വേണ്ടിയിട്ട്. അപ്പോൾ ക്ലബിൻ്റെ ഉള്ളിൽ നമ്മളെ ക്ലബിൻ്റെ കോമ്പൗണ്ട് കയറുന്ന ആ മതിൽ പൊളിക്കണം. അതിപ്പോൾ ഇനി ക്ലബ്ബായാലും ശരി നമ്മൾ പൊളിച്ചിരിക്കും. ക്ലബിൻ്റെ വാർഷിപ്പിരിവ് കൂട്ടാനുള്ള കാരണം എന്താ? ശരിക്കും നമ്മൾ പൈസ ഒന്നും കൂട്ടിയിട്ടില്ല. ഈ അന്താരാഷ്ട്ര ക്ലബ്ബുകളൊക്കെ കൂട്ടുന്നതിൻ്റെ 10%, അവർ കൂട്ടുന്ന പൈസയുടെ 10% മാത്രമേ നമ്മൾ കൂട്ടിയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ അവർ കൂട്ടുന്ന അത്ര ഒന്നും നമ്മൾ കൂട്ടിയിട്ടില്ല. മനസ്സിലായോ? മനസ്സിലായി. പ്രസിഡന്റ് എനിക്ക് പ്രസിഡന്റ് കാര്യം പറയാനുണ്ട്. പ്രസിഡന്റ് കല്യാണം പരിചാതനും വല്ല കാര്യം ഉണ്ടെങ്കിൽ അതായത് എൻ്റെ പ്രസിഡന്റ് ഇവിടെ മീറ്റിംഗ് നടക്കുമ്പോൾ ഇവിടുത്തെ വൈസ് പ്രസിഡന്റോടെ ചങ്ങാഴ്ച എവിടെ പോയി കിടക്കുക? ഇവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ ഞാൻ ഇവിടെ അവിടെ ഇവിടെ ഞാൻ ഇങ്ങനെ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി വന്ന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കുറച്ച് കാശ് നിറച്ചു കൊടുക്കാൻ വേണ്ടി. വെള്ളം അടിച്ചില്ല. പിന്നെ സർക്കാരിനെ ആരെ സഹായിക്കാൻ നമ്മളല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് കയറി വിഴുങ്ങി. ഓ നന്നായിട്ട് വിഴുങ്ങി ഞാൻ. ഇന്ന് ക്ലബ്ബിക്ക് വാ. വരാനോ? ഞാനൊക്കെ എത്താ നീ വെച്ചിട്ട് പോകാറുണ്ട്. കേട്ടതാ, ഞാൻ എത്തിക്കോളാം വെച്ചിട്ട് പോകാറുണ്ട്. ഇത് വിഷയം
എടാ മോനെ ഞാൻ ഇതോടെ 2 തവണയായിട്ട് വെച്ച് വോട്ടറായിട്ടുള്ള ബസ് പോയാ എടാ പോയാൽ എന്തോ ഇങ്ങേട്ടാണാവോ ഉണ്ടാകാതെ വെക്കുക തെണ്ടി. നമ്മളെ ക്ലബിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രശ്നം മാറാപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അത് പറയാനാണ് നമ്മളിവിടെ മീറ്റിംഗ് വിളിച്ചെത്തിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മളെ ക്ലബിൻ്റെ മോശം അവസ്ഥയിൽ നമ്മൾ കരോളിൽ നടത്തുക അല്ലാതെ വേറെ രക്ഷയില്ല. ജിത്തുട്ട് സഫീറും കൂടി സാന്റോസിൻ്റെ ഡ്രസ്സ് പോയിട്ട് സെറ്റ് ചെയ്യുക. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് ഇടവയ്ക്ക് വരിക. മനസ്സിലായ രാത്രി ആകുമ്പോൾ ഹലോ എന്തേ ഞാൻ അവിടെ ഉണ്ട്, ക്ലബിനുണ്ട്. എന്തേ ആ വാടകക്കാർ ഇപ്പോൾ ഇന്ന് രാത്രി വരും. അവർക്കുള്ള സൗകര്യങ്ങൾ ശരിയായി കൊടുക്കുന്നു. ഞാൻ പോയിക്കോളാം. ശരി. അച്ഛനെ വിളിച്ചേ. അത് അവിടെ വാടക വീട്ടിലേക്ക് പുതിയ ആൾക്കാർ വരുന്നുണ്ട്. കരോള് എല്ലാം കൂടി ഞാൻ എന്താ കാട്ടഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യും പിന്നെ ഗിരിനെ വിളിച്ചിട്ട് പറയും ചാബി കൊണ്ടുപോയി കൊടുക്കാൻ. എന്നാലും ഇവിടെ ഒക്കെ പോയത് ഐഡിയ ഇല്ല. സാന്റാക്ലോസ് ഇല്ലാതെ കരോളിൽ പോകേണ്ടി വരുമോ? ഇവന്മാരുടെ ഒരു പോയി കേട്ടോ പണ്ടാരം വന്നേ. എവിടെ അപ്പൂപ്പൻ അപ്പൂപ്പ വീട്ടിൽ എൻ്റെ അപ്പൂപ്പനല്ല ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ നമ്മളും അവന്മാരല്ലേ ഈ കാത്തിക്കണേ. ഈ വെറുതെ വെള്ളടിച്ചാണ് ഈ കരോള്. ഞാൻ പോടോ താൻ പോടോ കരുണ ഈ വെള്ളടിച്ചാണ്ട് ഈ കരോള് ഇപ്പം കേട്ടോ. അപ്പൂപ്പൻ വരണം ഇല്ലാതെ പുള്ളിയുണ്ടോ അപ്പം വരും. കരുണ പെണ്ണൊക്കെ പോയിരിക്കും. പോടാ ഇതെന്തോന്നരുത് നിങ്ങൾ സാന്റനെ കണ്ടിട്ടില്ലേ? സാന്റനെ കിടക്കണം. ഇത് ഒരുമാതിരി പകുതി വേഷത്തിൽ എന്ത് വേഷമാണ്? നിങ്ങളടുത്ത് രാവിലെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ എവിടെ നിന്ന് ഒപ്പിക്കാണ് സാന്റ ഇങ്ങനെ നിങ്ങൾ എത്ര കടയിൽ കയറി ഇറങ്ങിയെന്നറിയോ? ഇത് ക്രിസ്തു അപ്പൻ്റെ ക്യാഷ് ഉണ്ടാക്കാൻ റെഡിയൊക്കെ ഒരു രാവിലെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലബ് ഇത്ര സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് അതെ പൈസ വേണോ? പൈസ ഇപ്പം എങ്ങനെ പോകാൻ പറ്റുക? അന്തരോ ഇത് റെഡല്ലേ ടോപ്പിന് തന്നെ ആ ഒരു ഗെറ്റപ്പ് വരണ്ടേ? അങ്ങനെ ശാന്തേ ഇതൊരു ശാസ്ത്രം പോവുക ഇന്ന് രാവിലെ വിളിച്ച് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. കണ്ണ് മഞ്ഞളിച്ച അത് ഫുള്ള് പറ്റൂല. ഇത് നടക്കൂല. അങ്ങനെ പോണ്ട. അതെ നമുക്ക് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ആ നല്ലേ എന്തേ തുടങ്ങാം. എല്ലാം കുറേ കണ്ണ് നടക്കി. ഞാനെന്താ ആറ്റാടിയാണോ തന്നെയാണ് ഇയാളത് കൊളാക്കൂട്ടാ. നമുക്ക് പോയാലോ? എന്നാലും ഞാൻ നടക്കും ആദ്യം. അപ്പൊ അല്ല ഇതുണ്ട് സ്റ്റാർ സ്റ്റാൻഡല്ലേ ഫ്രണ്ടിൽ നടക്കണ്ടേ? ഒന്നോക്കെ കണ്ണും കണ്ണും എങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും. സാൻഡ ഫ്രണ്ട് സാൻഡിന് പോണ നിങ്ങളെന്താ ശാന്ത പോടോ ശാന്ത ആ ശാന്ത പോട്ടെ. അത് മണ്ണിന്റെ മാറിലൊരു തിരി തെളിക്കാൻ മാലോകർ പാർത്തിരുന്ന സുതൻ വരുന്നേ. നെഞ്ചോരം ചേർന്ന് നിൽക്കാനുള്ള കവരാൻ പെണ്ണിന്റെ തിരുനാഥന്റെ വരവൊരുങ്ങി. ദൂതർ പാടുന്ന നാദം മഴി മുഴങ്ങും കാലം പാട്ടുപാടാം ചേർന്നു പാടാം ആഘോഷമാ. എന്താ ഉണ്ടായി? ഒന്നും കിട്ടിയില്ല. ഇപ്പം എല്ലാവരും കൂടി എഴുന്നള്ളി പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിക്കണം അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ.
എനിക്ക് തോന്നുന്നത് അതൊന്നല്ല. ഇയാൾ ഈ കസേരയിൽ നിന്ന് ഇറങ്ങണം. നമ്മൾ പ്രസിഡന്റ് ഈ ആൾക്കാർക്ക് തന്നെ പറ്റിയത് നമ്മൾ വിചാരിച്ച മാരിക്കൊന്നും പരിപാടി ഇറങ്ങിട്ട് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനമൊക്കെ വാടക കിട്ടുന്നത് നോക്കുകയാണെങ്കിൽ ചിലവ് കൂടുതലാണ്, നഷ്ടമാണ്. അത് ശരിയാണ്. എല്ലാവരും തൊപ്പിൻ്റെ അടിക്കാൻ നാളെ ഞാൻ കൊണ്ടു കൊടുത്തില്ലെങ്കിലേ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകും. നിങ്ങളൊക്കെ എൻ്റെ കാര്യേ ഉണ്ടോ? അതൊക്കെ വീട്ടിൽ പോയിക്കോളെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ ക്ലബ്ബ് വന്നിട്ട് ഒക്കെ ഈ ശാന്തന പറഞ്ഞാണ്. എന്തോ ഇപ്പോൾ ശാന്ത പോപ്പുലർ കമ്മിറ്റി സെക്രട്ടറിയുടെ ഡ്രസ്സും പോപ്പുലർ ഡ്രസ്സ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ ഒരു മറ്റേ ചുവന്ന കളറൊന്നും പറ്റില്ല. ഈ ഡ്രസ്സിന് എന്തോ എന്തെങ്കിലും തന്നില്ല. നമ്മളെ നാട്ടിൽ 50 റുപ്യാണ് ഈ സാധനത്തിന് നഷ്ടത്തിനാണ്. അതല്ല നമ്മളെ നാട്ടുകാർക്ക് എന്തോ എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. പുസ്തകം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് മാം. അപ്പം ഇനിയൊക്കെ കൂടി എൻ്റെ തലയിൽ കിട്ടോ? വേണ്ട, ഞാൻ രാജിച്ചോളത്. നാളെ ക്ലബിൽ നിന്ന് പറഞ്ഞുതരാം. വാർത്ത പ്രസിഡന്റ് നമ്മളെ ഞാനാണ്. ശരി, പ്രസിഡന്റ് ഞാൻ തന്നെയാണ്. അത് കണ്ടിന്യൂ ആയിട്ട് പോകും. ഓക്കെ, വിട്ടോളി. സമയം എന്താ നോക്കാം. സമയം നിലത്തെ നേരം ഞാൻ എന്താ പ്രസിഡന്റ് സംഭവിച്ചേ? ആരുടെ അച്ഛനാടോ. അത് ഇന്നവിടെ പുതിയ നമ്മളെ വാടക വീട്ടിലേ പുതിയ താമസക്കാർ വരുന്ന പറഞ്ഞിന്ന്. ഞാൻ എൻ്റെ കാര്യമാണ് പറ്റ വിട്ടും പോയി. എനിക്ക് ചായ കൊടുത്തല്ലേ? പക്ഷെ എന്നോടാണ് ചെന്ന് നോക്കാൻ പറഞ്ഞിരുന്നോ. കരോളും നടന്നില്ല. ഇതോ അച്ഛൻ്റെ ഞാൻ കേൾക്കേണ്ടി വരും. ഇത്ര ആയില്ലേ? അവിടെ കൂടെ കയറിയിട്ട് പോവാം. അവിടെ എന്താണ് എന്തേലും കിട്ടാനില്ല. എന്ത് കിട്ടും? പുതിയ ആൾക്കാരാണല്ല കരണം. ഇങ്ങനെ പോയാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടും. നല്ലോണം കേട്ടോ. പോയടാ, അവിടെ കൂടെ ഒന്ന് കയറാം. അതല്ലേ അത് വേണ്ട. ആക്കിനവരൊക്കെ പോയാലോ നമ്മളങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ പോകും. പക്ഷേ ഇയാൾ ഈ മേഖല കമ്മിറ്റിയിലെ ഈ ഡ്രസ്സാകുമ്പോൾ ചോറിന് കാത്തൊക്കെ പോട്ടെ. അത് നമുക്ക് പോയി വെക്കാൻ തരുമോ? എന്തായാലും കാര്യം നല്ലതല്ല വൈ. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാരവ സ്നേഹത്തിൻ നിറകുടമായി, കാറ്റുപാടി ഉറക്കിടുവാനായി മലകളിൽ നിലച്ചിരുന്നു. ആകാശവീതിയിൽ മാലാഖമാരവ സ്നേഹത്തിൻ നിറകുടമായി, കാറ്റുപാടി ഉറക്കിടുവാനായി മലകളിൽ നിലച്ചിരുന്നു. നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെരാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെരാവിൽ പാടി സ്തുതിക്കാം. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. டான்ஸ்லாம் சூப்பராக போட்டிருக்கீங்க. போட்ட டான்ஸு தமிழ். நான் தமிழ், என் மனைவி மலையாளி. തമിഴ് എന്നെ മലയാളി തമിഴ്. മോൻ്റെ പേരെന്താ? என் பையனுக்கு சின்ன வயசுலேருந்தே பேச்சு வராது. பீட்டர்னு பேர் வச்சிருக்கேன். வணக்கம். இந்த வீட்டுக்கு இந்த ஆளர் ஓனர், இந்த ஆளர் அந்த ஆளர் அந்த பேட்டில் ஓனர் பையன். அப்படியா? ரொம்ப நல்லதா போச்சு. உள்ளே வந்து ஒரு கப்பு காப்பி சாப்பிட்டுட்டு போலாங்க. நான் ஒரு பார்த்துட்டு அண்ணா டீ இருங்க.
കയറിയാൽ മതിയതല്ലേ? എന്തൊരു പോസിറ്റീവായി. നമ്മളെ കരോളിൻ്റെ പിന്നാലെ പോയപ്പോൾ ഇത് മറന്നു പോയതല്ലേ? ഞാൻ പറഞ്ഞില്ലടാ പുള്ളിയെ ഇവിടെ കയറി എന്തെങ്കിലും കിട്ടാൻ രീതിയിലാണ്. ആ കണ്ടോ ഇപ്പോൾ കിട്ടും. കിട്ടും എന്തായി. എന്താ പോലെ പേര്? ടോമി. ടോമി അല്ല, ടോമി. അവിടെ പറഞ്ഞ് ഇതന്നെ എൻ്റെ പേര്. ആ ഞാൻ ഇവിടെ വാടക വീട്ടിലുണ്ട്. ഞാൻ ഇവിടേക്കില്ലൊക്കെ സെറ്റായി കൊടുത്തിട്ടുണ്ടേ. മോനെ അവരൊന്നും ഏ? അയ്യേ നാളെ താക്കോലിട്ട് അപ്പൊ ഇവിടെ ഞാൻ പണ്ട് വിളിക്കാം. പ്രസിഡൻ്റെ അത്യാവശ്യം നല്ല കനം കിട്ട സാധനം. കാര്യമായിട്ട് എന്തോ ഉണ്ട്. കരുണ സാധാരണ ക്രിസ്മസ് അപ്പൂപ്പന്മാരാണ് കൊടുക്കൽ ഗിഫ്റ്റ്. ഇത് പ്രായം തിരിച്ചു തന്നിങ്ങനെ. എന്തായാലും ഇവൻ്റെ വാടകക്കാർ കൊണ്ടാവും. നല്ല ആൾക്കാരാ. ഇവിടെ ഗിരീശ ചാവി കൊടുത്തിരുന്ന അവര് വന്നിട്ടില്ല. ചാവി കൊടുത്താല് എൻ്റെ എന്താ ഇനി? എന്താ ചെയ്യാ? എങ്ങനെ തുറക്കുന്നില്ല ഇവന്റെ ഒരു വാടകക്കാര്. ഞാൻ അപ്പഴേ ഈ കാരണോട് പറഞ്ഞ ഒരു കയറേണ്ട ജ്യൂസ് കുടിങ്ങ. ഇതാ നീங்க കുടിக்கிற கடைசி ജ്യൂസ്. நான் என்னடா பாவம் செஞ்சேன்? என்ன என் குடும்பத்தை ஏன்டா அப்படி நாசம் பண்ணிட்டீங்க? ഇത് ഇവിടെ എന്താണ് സംഭവിക്കണേ? ഇതാണ് എൻ്റെ വാടകക്കാര്. என்ன என் குடும்பத்தை எதுக்குடா நாசம் பண்ணிட்டீங்க? ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് കാണില്ല. ഇപ്പോൾ கடைசியாக கேட்குறேன், என் கேள்விக்கு பதில் சொல்ல ஒரு பயலும் இப்போ ரூம் விட்டு வெளில போக முடியாது. നിങ്ങൾ ആദ്യമായിട്ട് കാണണേ. പിന്നെ എങ്ങനെ ഇവര് ചോദിക്കേണ്ട ചോദ്യത്തിന് ഉത്തരം വരാൻ പറ്റുമോ? நான் உங்களுக்கு என்னடா பாவம் செஞ்சேன்? ஏன்டா என்ன என் குடும்பத்தை இப்படி நாசம் பண்ணிட்டீங்க? എനിക്ക് പ്രാന്താടാ. யாருக்குடா பைத்தியம்? எனக்கா? உங்களுக்கு தான்டா பைத்தியம். இனிமே உங்கள்கிட்ட பேசி புண்ணியம் இல்லடா.
ഡോർ തുറന്ന്